നമസ്തേ, ഞാൻ രഞ്ജിത്ത്. ഇന്നത്തെ ആത്മീയ പാഠം ബോധം എങ്ങനെ പരിണമിക്കുന്നു. ഹൗ ഡസ് കോൺഷ്യസ്നെസ് ഇവോൾവ്? ബോധം എങ്ങനെ പരിണമിക്കുന്നു? ഇതിൻ്റെ ആത്മീയ ആശയം, ഒരു വിത്ത്, ഒരു സീഡ് ഒരു ദിവസം കൊണ്ട് വൃക്ഷമാകുന്നില്ല. ഒരു കുഞ്ഞ് ഒരു ദിവസം കൊണ്ട് ജ്ഞാനിയാകുന്നില്ല. പ്രകൃതിയിലെല്ലാം പതുക്കെ വളരുന്നു. അതുപോലെ ബോധവും പരിണമിക്കുന്നു. പുരാതന ജ്ഞാനികൾ പറയുന്നത് ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം വെറും ജീവിതം മാത്രമല്ല, ജീവിക്കുക മാത്രമല്ല, കൂടുതൽ ബോധമുള്ളവനായി മാറുക എന്നതാണ്. ഓരോ അനുഭവവും, ഓരോ വെല്ലുവിളിയും, ഓരോ സ്നേഹപ്രവൃത്തിയും നമ്മുടെ ബോധത്തെ അല്പം കൂടി വികസിപ്പിക്കുന്നു. ഒരു ചെറിയ പുഴു ഒരു മരത്തിൻ്റെ ഇലയിൽ ജീവിച്ചിരുന്നു. അതിന് ലോകം ആ ഇല മാത്രമായിരുന്നു. ഒരു ദിവസം അത് ഒരു കൂട് നെയ്യാൻ തുടങ്ങി. ദിവസങ്ങളോളം ഒന്നും സംഭവിച്ചില്ല. അത് ഇരുട്ടിൽ നിശബ്ദമായി കാത്തിരുന്നു. ഒരു പ്രഭാതത്തിൽ ആ കൂട് പൊട്ടിത്തുറന്നു. ഒരു മനോഹരമായ ചിത്രശലഭം പുറത്തു വന്നു. അത് ആദ്യമായി ആകാശം കണ്ടു, പിന്നെ മലകൾ കണ്ടു, നദികൾ കണ്ടു, പൂക്കൾ കണ്ടു. അത് പുഞ്ചിരിച്ചു. ലോകം മാറിയിട്ടില്ല, മാറിയത് എൻ്റെ ബോധമാണ്. ഇതിൻ്റെ ആത്മീയ രഹസ്യം, ബോധത്തിൻ്റെ പരിണാമം എന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുക എന്നതല്ല. ബോധത്തിൻ്റെ പരിണാമം എന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുക എന്നതല്ല. കൂടുതൽ സ്നേഹിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, കൂടുതൽ കരുണ കാണിക്കുക, കൂടുതൽ സേവിക്കുക. ഇവയാണ് യഥാർത്ഥ വളർച്ചയുടെ അടയാളങ്ങൾ. ജീവിത പാഠം. ഓരോ ദിവസവും സ്വയം ചോദിക്കൂ, ഇന്ന് ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ ബോധമുള്ളവനാണോ? ഓരോ ദിവസവും സ്വയം ചോദിക്കൂ, ഇന്ന് ഞാൻ ഇന്നലത്തേക്കാൾ കൂടുതൽ ബോധമുള്ളവനാണോ? കൂടുതൽ ക്ഷമയുണ്ടോ? കൂടുതൽ വിനയമുണ്ടോ? കൂടുതൽ സ്നേഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആത്മാവ് മനോഹരമായി പരിണമിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ചെറിയ അഭ്യാസം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഈ 3 ചോദ്യങ്ങൾ ചോദിക്കൂ. ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഇന്ന് ഞാൻ ആരെ സഹായിച്ചു? ഇന്ന് ഞാൻ എങ്ങനെ വളർന്നു? ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ബോധത്തെ ദിവസേന വികസിപ്പിക്കും. ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ബോധത്തെ ദിവസേന വികസിപ്പിക്കട്ടെ. ഇന്ന് ഞാൻ എന്താണ് പഠിച്ചത്? ഇന്ന് ഞാൻ ആരെ സഹായിച്ചു? ഇന്ന് ഞാൻ എങ്ങനെ വളർന്നു? ഈ 3 ചോദ്യങ്ങൾ നിങ്ങളുടെ ബോധത്തെ നിത്യവും രാത്രി വികസിപ്പിക്കട്ടെ. ലോകം വലുതാകുമ്പോഴല്ല, ബോധം വികസിക്കുമ്പോഴാണ് ജീവിതം മാറുന്നത്. ഒരു പുഴു ചിത്രശലഭമാകുന്നത് പോലെ മനുഷ്യബോധവും ക്രമേണ വികസിക്കേണ്ടതാണ്. വികസിക്കുന്നുണ്ടോ? പുരാതന ജ്ഞാന പരമ്പരകൾ ബോധത്തിൻ്റെ പരിണാമത്തെ എങ്ങനെ വിശദീകരിക്കുന്നു? ഒരു ലളിതമായി ആഴമുള്ള ഈ ആത്മീയ സത്യത്തെ നമുക്ക് അന്വേഷിക്കാം. ഞാൻ രഞ്ജിത്ത്, തൃശ്ശൂരിൽ നിന്നും, എ സ്റ്റുഡൻറ്റ് ഓഫ് മഹാത്മാ ചോവാക്കോക്സുയി ആൻഡ് മാ ഷാർലറ്റ്, ഓൺ ബിഹാഫ് ഓഫ് ഹെലന പെട്രോവ്ന ബ്ലാവുസ്കി. നമസ്തേ ടീച്ചേഴ്സ്. താങ്ക് യു.